ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഇലയാണ് കേട്ടോ ഇത്. പക്ഷെ കൊണ്ടുവരാൻ വൈകിയോണ്ട് ഞാൻ ഇഡ്ഡലി തട്ടി തന്നെ നൂൽപുട്ടുണ്ടാക്കി. ഒരു വലിയ ഇലയാണ് ഇതാ, ഒറ്റൊന്നേ ഇല്ലു. ഇലയടി ഉണ്ടാക്കണോ പൊതിച്ചോറ് ഉണ്ടാക്കണോ എന്നുള്ള ചെറിയ കൺഫ്യൂഷനില്ല. കാരണം വല്ലപ്പോഴിയുടെ ഇല കിട്ടുവേ, എടങ്ങി പോയിട്ട് കഷ്ടപ്പെട്ട് പറിച്ചോണ്ടെന്നായിരിക്കും പാവം. പൊതിച്ചോറ് ഉണ്ടാക്കാന്നാണ് തോന്നുന്നത്, കാരണം കഴിച്ചിട്ട് കുറേ ആയിരിക്കും. അപ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കാം അല്ലേ നമുക്ക്. അങ്ങനെ ഇലയൊക്കെ വാട്ടി ചോറ് വെച്ചു, കോവക്ക വറവും ഒരു പേരിന് അച്ചാറും തേങ്ങാ ചമ്മന്തിയും പിന്നെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോയത്. ആ ബീഫ് റോസ്റ്റിൻ്റെ എണ്ണയൊക്കെ ചോറ് കിടന്ന് കുതിർന്നിട്ട് കഴിക്കാൻ വല്ലാത്ത കൊതി. പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മളെ മുട്ട ഓംലേറ്റ്. പത്രം വായന ശീലമില്ലാത്തതുകൊണ്ട് ന്യൂസ് പേപ്പർ ഉണ്ടായിട്ടാ, പക്ഷെ അപ്പുറത്തെ വീട്ടിൽ പോയപ്പോൾ കിട്ടി. 3 മണി വരെ ഞാൻ ആ ചോറ് നോക്കി രജനിയും കാത്തിരുന്നു. രജി വന്നപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. പിന്നെ ഒന്നും നോക്കാതെ ഞാൻ വാരി വലിച്ച് തിന്നു. ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു ആ പൊതിച്ചോറ്. അങ്ങനെ കൊതിയും വിശപ്പ് അടങ്ങി നോക്കിയപ്പോഴാണ് മനസ്സിലായ വീഡിയോയിൽ എന്നെ കിട്ടിയിട്ടില്ലാന്ന്.